നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, 2-3 സംഭവങ്ങൾ. ഒന്ന്, ഗാസയിലെ വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചയുടെ ഫലം. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം. മൂന്നാമത്തത് സമാധി അടഞ്ഞ കാര്യം. അതായത് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം. ഈ മുസ്ലിം സമുദായം ഏതാണ്ട് 20% ഇന്ത്യയിലുണ്ട്. 30 കോടി ജനസംഖ്യയുണ്ട്. ഈ 30 കോടി ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക് എന്താണ് അവർ ചിന്തയിൽ പോലും ഇത്രയും ഒരു മിതത്വം അല്ലെങ്കിൽ പോരായ്മ? ഒരു കുഞ്ഞ് ചോദിക്കേണ്ട രാഹുലിൻ്റെ അടുത്ത്, ഇവിടെ രാഹുലേ, 30 കോടികളും വരുന്ന മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ട് ആ സമുദായത്തെ നിങ്ങൾ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും അംഗീകാരം കൊടുക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഓഫീസ് ഉദ്ഘാടനം കൊട്ടിഘോഷി നടന്നല്ലോ. 20% ജനസംഖ്യയുള്ള ഒരു പ്രതിനിധിയെങ്കിലും അറിയപ്പെടുന്ന സ്ഥാനത്ത്, ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനത്ത് ആൾക്കൂട്ടത്തിലില്ല. ഉണ്ടോ രാഹുല്, പ്രിയങ്കയെ? സോണിയ വിട്ടുകളയാ, ഗാർഗിയും വിട്ടുകളയാ, കുഴിയിൽ കാല് കെട്ടിയിരിക്കുന്ന അവർക്ക് പറഞ്ഞല്ലേ. രാഹുലും പ്രിയങ്കയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന ആളില്ലേ? 20% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ എൻ ബ്ലോക്ക് സപ്പോർട്ട് കിട്ടാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിപ്പോൾ 2% വരുന്ന ഒരു വിഭാഗത്തിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു? ഇതൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ പൂർവികതയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. രാഹുലിൻ്റെ അമ്മമ്മ ഇന്ദിരാഗാന്ധിക്ക് കുറേയൊക്കെ കാര്യം അറിയായിരുന്നു. അവർ ആദ്യം മുസ്ലിങ്ങൾ വോട്ട് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷേ രാജീവ് ഗാന്ധി ഇപ്പോൾ അത് അറിഞ്ഞില്ല. രാജീവ് ഗാന്ധിക്ക് അറിയില്ലായ്മ കൊണ്ട് അത് തിരുത്താൻ പറ്റിയില്ല. അത് ബാബരി മസ്ജിദ് തുറന്നു കൊടുത്ത് അങ്ങനെ ആ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം മകനും മകളും അത് തന്നെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റ് മുസ്ലിങ്ങൾ 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ ഒരാൾ പോലും ചോദിക്കാനുള്ള ധൈര്യമില്ല ഇന്ത്യയിൽ. വിൽ പവർ ഇല്ല. പക്ഷെ മൊയ്തീൻ ഷായെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്കെല്ലാം ചോദിക്കാൻ വിൽ പവർ ഉണ്ട്, അതിൽ സാധ്യതയുണ്ട്, അവകാശമുണ്ട്. ഞാൻ ഒന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട്. ദേശീയ ലെവലിൽ ഇന്ത്യ മുന്നണി വരുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാണ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരും ചിന്തിക്കുന്നുണ്ടോ? ഈ 20% വരുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. ആ വിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുന്നത് മാത്രമാണ് BJP സംഘപരിവാറിൻ്റെ ലക്ഷ്യം. അവരൊറ്റ ലക്ഷ്യമുള്ളൂ. അത് ഏതുപോലെയെന്നറിയോ? ഇന്നൊരു മാത്യു സാമുവൽ പറഞ്ഞു, ജർമ്മനിയിൽ അവർ ഏക ഇലക്ഷൻ അജണ്ട മുസ്ലിങ്ങളെ ജർമ്മനി നാട് കടത്താന്നുള്ള. അദ്ദേഹം പറഞ്ഞാണ്, സ്ഥിരമായിട്ട് എനിക്കറിയില്ല, അദ്ദേഹം നോണേ പറയുള്ളൂ. കാരണം അതാണ് ഏക ലക്ഷ്യം. ആകെ 5-6% മുസ്ലിങ്ങളാണ് ജർമ്മനിയിലുള്ളത്. 10% പോലും ഇല്ല. ആ മുസ്ലിങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഞങ്ങൾ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെന്താ ഉള്ളത്? ഇതിനു മുൻപ് ജർമ്മനി എന്താണ് ഈ യഹൂദന്മാരെ കൊല്ലുന്ന ഒന്നൊടുക്കി. അവർ നാടുകടത്തലായിരുന്നു, അവർ കൊല്ലായിരുന്നു. ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്ന രീതി വെച്ച് നോക്കിയാൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അത്ര മോശമായ രീതിയിലാണ്. അതൊക്കെ ഒന്ന് നമ്മൾ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാലോ അത് നമ്മളൊക്കെ മനുഷ്യൻ ജനിച്ചത് തന്നെ ദുഃഖിക്കേണ്ടി വരുന്നു. ഇതൊരു മനുഷ്യനാണല്ലോ ഇത് യഹൂദനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഹിന്ദുവായാലും അവർ മനുഷ്യവർഗമാണല്ലോ. മനസ്സിലായോ? ഏക ലക്ഷ്യം, ഒറ്റ അജണ്ട ഉള്ളതാണ് ഈ മാത്യു സാമുവൽ പറയുന്നത്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഈ 5-6% വരുന്ന മുസ്ലിങ്ങളെ ഒഴിവാക്കലാണ് ഈ ജനങ്ങളുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വോട്ട് പിടിച്ച് അവർ ഭരണത്തിൽ കയറുമെന്ന് പറഞ്ഞത്. എസോറോ എനിക്കറിയില്ല, കാരണം അദ്ദേഹം പറയുന്നത് കേട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് രാഹുല്? ഈ 20% മുസ്ലിങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്, അജണ്ടയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും സാമുദായിക പ്രവർത്തനത്തിലും മതപരമായ പ്രവർത്തനത്തിലും BJPക്കും അതിനെ നയിക്കുന്ന സംഘപരിവാരമുള്ളത്. അതിനെല്ലാം എതിർത്ത് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്ന ഈ സമുദായത്തോട് കോൺഗ്രസ്സുകാരുടെ അവഹേളനം എത്ര ഭയാനകമാണ്. ഇത് ചോദിക്കാനോ ഇതേക്കുറിച്ച് സ്റ്റഡി ചെയ്യാനോ ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിം ഉണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ?
കോൺഗ്രസ് കാണിക്കുന്നത് അവഗണനയാണ്. അർഹതപ്പെട്ട ഒന്നും മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ എന്ന് ഇപ്പം എനിക്ക് സംശയം തോന്നാണ്. ഞാനും ഇന്ത്യയിൽ ജനിച്ചല്ലേ, ഞാൻ വിദേശമൊന്നുമല്ലല്ലോ. എന്നെ പോലെ ചിന്തിക്കുന്നവർ എന്താ നിങ്ങൾക്ക് ചിന്ത വരാത്തത്? ഇത് പാർട്ടി ഓഫീസ് ഉൾക്കാൻ ചെയ്ത് നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു മുസ്ലിം പ്രതിനിധി അറിയപ്പെടുന്ന സ്ഥാനത്ത് ഞാൻ കണ്ടില്ല. ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചു നോക്കി. അത് എഴുന്നേൽക്കാൻ പറ്റാത്ത പിന്നെ ആരാണ്? ഗാർഗെ 100 വയസ്സ് 90 വയസ്സ് കഴിഞ്ഞിട്ട് പിടിച്ച് നടക്കുന്നതാണ്. ഇത്രയും വലിയ സങ്കീർണമായ ഒരു വിഷമസന്ധിയിലൂടെ ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പയ്യനായ രാഹുലും ഈ വയോവൃദ്ധനായ ഗാർഗയും കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളത് ആലോചിച്ചു നോക്കി. രാഹുലെ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്? ഇന്ത്യൻ പിന്നെ സോഷ്യൽ എക്കണോമിക്കൽ കൾച്ചർ സ്റ്റൈലിനെ കുറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ 20% വരുന്ന മുസ്ലിങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമോ? നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് പറയാൻ പോലും നാണിക്കല്ല, ഭയപ്പെടാണ്. അങ്ങനെ 20% ഉള്ള ഒരു സമുദായത്തെ പേര് പറയാൻ പോലും നിങ്ങൾ മറ്റൊരു സമുദായത്തെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കും? എങ്ങനെ നിങ്ങൾ പ്രധാനമന്ത്രിയാവും? ഇനി പ്രധാനമന്ത്രി ആയത്തെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പറ്റൂ? അതോടെ കുറെ കാലം ചെയ്തല്ലോ. മുസ്ലിം വാക്കുച്ചരിച്ചിട്ടില്ല. ഭയമാണ് ഇവിടെ ഹിന്ദു സമൂഹത്തെ. അതിപ്പോൾ രാഹുലും കളിക്കുകയാണ്, പ്രിയങ്ക കളിക്കുകയാണ്. പിന്നെ വധേരയോ? ഈ 2% ജനസംഖ്യയുള്ള വധേരെ കൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശക്തമായ അമർഷമുണ്ട് മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിലെ. BJP ഉള്ളത് അത് തകർത്തിയ വശമാണ്. അത് അവരുടെ പ്ലാൻ അതാണ്, മുസ്ലിം വിരോധത്താണ്, അത് അവരുടെ നിലനിൽപ്പിന് അതാണ്. ഓക്കെ, അത് സംഭവിച്ചു. പക്ഷെ നിങ്ങളോ? മുസ്ലിം വിരോധമല്ലല്ലോ നിങ്ങളുടെ നിലനിൽപ്പ്. നിങ്ങൾ RSS സംഘപരിവാറാണ് എന്ന് പറയുന്നത് വെറും കളവല്ല, തട്ടിപ്പല്ലേ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ നടക്കാണല്ലോ ഡൽഹിയിൽ. നിങ്ങൾ മാന്യമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല, മാത്രമല്ല പ്രതിപക്ഷം പോലും ആവില്ല. മൊയ്തീൻ ഷാ ആണയിട്ട് പറയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതിപക്ഷം പോലും ആവില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആം ആദ്മിക്ക് പിന്തുണ കൊടുത്ത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് മാറി നിൽക്കുക. അവിടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ BJP വരാതിരിക്കും. BJPയുടെ അത്ര ആണ് വലിയ വ്യത്യാസമൊന്നും ആം ആദ്മി പാർട്ടിയില്ല. അദ്ദേഹം ഇവിടെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പറയുന്നു, BJP കഠിന ഹിന്ദുത്വം, പൂർണ്ണ ഹിന്ദുത്വം പറയുന്നു. കേജ്രിവാൾ രണ്ടും മധ്യത്തിലുള്ള മിത ഹിന്ദുത്വം പറയുന്നു. അത് 2-3 തെറ്റാണ് ചിന്തിക്കുന്നത്. ഹിന്ദുത്വം പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക്, കോൺഗ്രസിനും BJPക്കും ഇന്ത്യ ഭരിക്കാൻ പൂർണ്ണമായിട്ട് കിട്ടുമോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബുദ്ധിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ചിന്തിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുക. അപ്പം നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഡൽഹി ഭരിക്കുന്നത്. നിങ്ങൾക്ക് അഭിമാനം തലയുയർത്തി നിൽക്കാം, BJP വരാതെ നോക്കാം. ഇതൊന്നുമില്ല, നിങ്ങൾ പ്രതിപക്ഷം പോലും ആകാതെ ഏതെങ്കിലും സീറ്റ് കിട്ടുന്ന ഉറപ്പില്ല, ഒരു കാര്യം ഉറപ്പില്ല. അത്ര കണ്ട് സങ്കീർണമാണ് ഡൽഹി രാഷ്ട്രീയം. നിങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ, ഡൽഹിയിലല്ലേ നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിങ്ങൾക്ക് സ്വാധീനമില്ലെങ്കിൽ, നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ സ്വാധീനമില്ലെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് വോട്ട് കിട്ടും? കോൺഗ്രസ്സാണ് ചോദിക്കുന്നത്. അട്ടേർലി ഫെയിലിയറാണ്. നിങ്ങൾ ചിന്താഗതി വളരെ മോശമാണ്. ഉട്ടോപ്യൻ ബുദ്ധിയാണ് കാണിക്കുന്നത്. അങ്ങനെ പദയാത്ര നടത്തി ജനക്കൂട്ടുണ്ടാക്കി, ആൾക്കൂട്ടുണ്ടാക്കി, വോട്ടായില്ല. അപ്പോൾ ഡൽഹിയിലും അത് തന്നെ. 2-3 കാര്യം നിങ്ങൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണം. 20% വരുന്ന മുസ്ലിം സമുദായത്തെ മാന്യമായതിന് മുകളിൽ പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വില നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ അട്ടർലി ഫെയിലിയർ ആവും. നിങ്ങൾക്ക് ഭയമാണ് വരാൻ. രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം അടുത്ത് നിർത്താൻ പോലും ഭയമാണ്. 2 മുസ്ലിം സ്ത്രീകൾ, പെൺകുട്ടികൾ ഡൽഹിയിൽ എന്തോ അക്രമത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് ചെന്നപ്പോഴേ ഇരിക്കാൻ പോലും അനുവദിക്കാതെ കള്ളു വാങ്ങിച്ച് വേഗം കടന്നു പോയിക്കോന്ന് പറഞ്ഞ പോലെ എൻ്റെ അലർജിയാണ് മുസ്ലിങ്ങൾ കാണുമ്പോൾ. പിണറായി വിജയനും അതിപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്കും അതെ. ഇത് ആർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നോ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരാൾ പോലും ചോദിക്കാൻ തയ്യാറല്ല. അവർക്ക് ധൈര്യമില്ല, അവരെന്തോ ഭയപ്പെട്ട്. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 3 തരമാണ്. ഒന്ന്
ദാരിദ്ര്യം അത് പിന്നെ നിരാശരായ ഒരു വ്യക്തിയും ലോകത്ത് വിജയിച്ചിട്ടില്ല. മറ്റു സമ്പത്ത് കുന്നുകൂടിയിട്ട് അലസന്മാർ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. പിന്നെ ഒരു കൂട്ടമുണ്ട് ഞങ്ങളെപ്പോലെ, പണക്കാരനോ അല്ല എന്നാൽ ദരിദ്രാണോ അല്ല, അങ്ങനെ മൊയ്തീൻ ഷാപ്പ് ഒരു ഗ്രൂപ്പുണ്ട് മിതവാദികൾ. അവർക്കാണ് എന്തെങ്കിലും ചിന്ത പറ്റുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. ആ ചിന്തയിൽപ്പെട്ട കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് 100% മണ്ടത്തരാണ്. ഈ സമുദായത്തോട് കാണിക്കുന്ന അവഗണനയാണ്. അത് വളരെ തെറ്റുമാണ്. ഇനിയും ശ്രദ്ധിക്കുക. ഇപ്പം എന്താണ് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നു? മമതാ ബാനർജി ഒന്ന് പിന്നെ പ്രചരിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അഖിലേഷ് യാദവ് ഒന്ന് പ്രചരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അഖിലേഷ് യാദവിൻ്റെ കാര്യം പറഞ്ഞു, രാഹുലെ ബുദ്ധി വേണ്ടി ചിന്തിക്ക്. ഇവിടെ കൊച്ചു പ്രാദേശിക പാർട്ടിയാണ് ശക്തി പ്രാപിക്കുന്നതും അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രാദേശിക പാർട്ടിയിൽ ഉൾപ്പെടുത്താനേ കോൺഗ്രസ് ആക്കിക്കൊള്ളു. ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ധ്വനി കൂടി ഉണ്ട് മിസ്റ്റർ രാഹുലിവിടെ. കാരണം നിങ്ങൾ ഗുജറാത്ത് കളഞ്ഞു, രാജസ്ഥാൻ കളഞ്ഞു, മധ്യപ്രദേശ് കളഞ്ഞു, ഹരിയാന കളഞ്ഞു, പഞ്ചാബ് കളഞ്ഞു, അല്ലെല്ലാം കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ മഹത്വം നൽകി നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തുകയാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി. പിന്നെ മുലായം മകൻ അഖിലേഷ് യാദവ് ശരിയല്ലേ? ഇതന്നെ സംശയം ആർക്കുണ്ട്? മമതാ ബാനർജിക്കുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ ശരത് പവാർ കാര്യം പറഞ്ഞു. സംഘപരിവാർ ആത്മാർത്ഥതയുള്ള പ്രതിബദ്ധതയുള്ളതാണ്. പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് എന്ന് മലയാളത്തിൽ പറയും, പ്രതിബദ്ധത. ശരിയല്ലേ ഇത്? RSS സംഘപരിവാറിന് ആ പാർട്ടിയോടോ അല്ലെങ്കിൽ സംഘടനയോടത്തിന് കൂറ് ഇവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആ പ്രസ്ഥാനത്തിലുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തെറ്റൊന്നുമല്ല, പക്ഷെ അതിൽ തെറ്റായി വ്യാഖ്യാനിച്ചു. അതുതന്നെ അദ്ദേഹമൊക്കെ മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞേ. ഇത് ശരത് പവാർക്ക് പൊതുരംഗത്ത് നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞ്, അല്ലെങ്കിൽ മാറ്റേണ്ട സമയം കഴിഞ്ഞ്. നിങ്ങൾ ആരെയാണ് ഇനി ഭയപ്പെടുന്നത്? ശരത് പവാർ പോട്ടെ നോക്കണം. അദ്ദേഹം വീട്ടിൽ ചിത്രം വരുന്നത് എന്നിട്ട് കിട്ടിയാൽ മതി. ഇത് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് അവിടെയും പോയി ഇവിടെ പോയി യാതൊരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു കാലം ഒരു മാന്യതയില്ലാത്തൊരു അവസ്ഥയിൽ ശരത് പവാർ കുറേ വർഷമായിട്ട്. ശരത് പവാറിന് ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ, രാജ്യത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ പാർട്ടിയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിട്ടു ചെയ്ത് കോൺഗ്രസ് നിൽക്കേണ്ടിയിരുന്നു. അത് കോൺഗ്രസ് നിങ്ങൾ നിർത്തിയില്ല. ഇത് സോണിയാഗാന്ധി എന്ന മണ്ട കോൺഗ്രസ് നേതാവ് നിർത്തിയില്ല. അവരെല്ലാം പുറത്തിട്ട്, അവർ പലരെയും പുറത്തു വിട്ട്, എന്നിപ്പോൾ എടുത്തു പറയുന്നില്ല. അപ്പോൾ എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത്? ഇനിയെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ മാന്യമായിട്ട് ധാരണയെത്തി എന്താ ചെയ്യുക? നിങ്ങളിപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കാം ഏകപക്ഷമായിട്ട്. ഇത്തവണത്തെ ഇലക്ഷനിൽ നിന്ന് മാറുക. ഇത്തവണ നിങ്ങൾ വല്ല വാലറ്റ് പേര് വേണമെന്ന് പറഞ്ഞിട്ട് എന്തായി? വല്ല തീരുമാനമെടുത്തോ? എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചോ? ഇനി തോറ്റ് കഴിയുമ്പോൾ പറയും വോട്ടിംഗ് മിസ്റ്റേക്കാണ്. കാരണത്തിനടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, പച്ചക മലയാളത്തിൽ പറഞ്ഞാൽ. കാരണം നിങ്ങൾ നേരത്തെ ബാലറ്റ് പേര് വേണമെന്ന്, ഇത് പറ്റൂല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക ഇലക്ഷൻ എന്നോ. ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം. ഏതായാലും നിങ്ങൾ ഭരണം കിട്ടിയ ഉറപ്പാണ്. എന്നാലും ബോയ്ക്കോട്ട് ചെയ്യലാവും. നിങ്ങൾ സന്തോഷപൂർവ്വം പിന്മാറിയതുകൊണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ എഴുതി തോൽക്കണം നല്ലല്ലോ എഴുതാതിരിക്കുന്ന പറയും പോലെ. അത് ചെയ്തോ? ചെയ്തില്ല. ചെയ്യുന്ന മുഴുവൻ തെറ്റാന്നേ, മണ്ടത്തരാന്നേ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ മുഖ്യ പാർട്ടിയുടെ നേതാവിന് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോൾ ആതിഥേയർ എന്ന നിലയിൽ വീട്ടുടമ അല്ലെങ്കിൽ ഉടമസ്ഥ ചിലപ്പോൾ ഭക്ഷണം കിട്ടായിരിക്കും, അവർ ക്ഷമിക്കും, അതായത് അതിഥികളെ സന്തോഷിക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ മുന്നേറ്റ നേതാവാണെങ്കിൽ നിങ്ങൾ കുറച്ച് മിതത്വം പാലിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം, കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്ന പടി ഏതാണ്ട് നോക്ക്. നിങ്ങൾ ഹരിയാനയിൽ SP-ക്ക് എന്ന് 2-3 സീറ്റ് ചോദിച്ചാൽ കൊടുത്തോ? മധ്യപ്രദേശിൽ കൊടുത്തോ? രാജസ്ഥാനിൽ കൊടുത്തോ? അല്ല UP-യിലെ വോട്ട് ചോദിച്ചു പോകുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കൊടുത്തോ? അപ്പം നിങ്ങൾക്ക് അറിയില്ല അത് എങ്ങനെയാണ് ഒരു മുന്നണിയെ കൊണ്ടു കിടക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയാണ് ഭരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കില്ല പാരമ്പര്യത്തിന് ആ പേരും വെച്ചുകൊണ്ട് ആൾക്കൂട്ടമുണ്ടായി ആളായി എന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. എങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനം നടപ്പാക്കേണ്ടത്, എങ്ങനെ ചെയ്യണമെന്നുള്ള അറിയില്ല. രാഹുലിന് അറിയാം, പ്രിയങ്ക അറിയില്ല. പ്രിയങ്കയ്ക്ക് അറിവായതെങ്കിൽ രാഹുലിന് അറിയാമായതെങ്കിൽ രാഹുലിൻ്റെ കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കെങ്കിലും അറിവായതെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്ര മീമാംസം ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിനെ ഒരിക്കലും വയനാട് മത്സരിപ്പിക്കില്ല. അതോടെ തീർന്നല്ലേ, വെടി പോയില്ലേ, ടയർ പോലെ ആയിപ്പോയില്ലേ, പഞ്ചറായി ടയർ പോലെ ആയിപ്പോയില്ലേ.
540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഞാൻ വീണ്ടും പറയാണ്, മുസ്ലിം ലീഗിന്റെ കാലിൻ്റെ അടിയുള്ള സീറ്റിൽ വന്ന് മത്സരിച്ച് 5 ലക്ഷത്തിൽ ജയിച്ചു അർമാദിച്ചപ്പോഴും മഹാരാഷ്ട്ര പോയില്ലേ, അതിപ്പോൾ രാജസ്ഥാൻ പോയില്ലേ, വടക്കേ ഇന്ത്യ മുഴുവൻ പോയില്ലേ കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ എന്താ പോയത്? 100-100ഓളം സീറ്റാണ് പോയത്. രണ്ടാമത് വന്നപ്പോൾ ഒരു 19 സീറ്റേ പോയുള്ളൂ. കാരണം അത് ശക്തി കുറഞ്ഞു, അത്രയും പ്രചരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് മൂന്നാമത് പ്രിയങ്ക കൂടി വന്നപ്പോൾ തീർന്നു. രാഹുലെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇതിനെപ്പറ്റി ഓരോ 2 മണിക്കൂർ പറയേണ്ട കാര്യമൊന്നും അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇനിയെങ്കിലും, ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ള, ഇനിയെങ്കിലും 20% വരുന്ന ഈ സമുദായത്തെ നിങ്ങൾ പേര് ഉച്ചരിക്കാൻ ഭയപ്പെടല്ലേ. ഒരു സംഘപരിന് ഒരു വോട്ട് പോലും നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കിട്ടേണ്ട വോട്ട് 90% കിട്ടിയ വോട്ട് ഈ വിഭാഗം, അവർ 20% ഉണ്ട്. അത്ര വോട്ടില്ല, അത് വേറെ കാര്യം. ജനസംഖ്യ എത്ര 60% വോട്ടുള്ളൂ, ബാക്കി 40% കുട്ടികളാണല്ലോ. അവർ വോട്ട് കിട്ടണ്ടേ? അവർ പേര് വരെ നിങ്ങൾ മടിക്കുന്നത്. നിങ്ങൾ ഗാർഗെ കൊണ്ടെടുക്കുന്നില്ലേ? 22% 22% ഗാർഗെ നിങ്ങൾ കൊണ്ടെടുക്കുക. അത് നിങ്ങളുടെ ദൈവമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ അടിമയായിട്ട് നിന്നോളും. അതുപോലെ അടിമയെങ്കിലും വഹിക്കാൻ പാടില്ലേ? മൻമോഹൻ സിംഗിനെ വെച്ച് അടിമയായിട്ട് അതുപോലെ നിങ്ങൾക്കൊരു മുസ്ലിം വഹിക്കാൻ പാടില്ല, പേരിനെങ്കിലും അറിയപ്പെടുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നുണ്ടോ? ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഫോട്ടോ നിങ്ങൾ സൂക്ഷ്മ, ഒരു മുസ്ലിം നാമധാരി 20% ഉണ്ടല്ലോ സാർ, ഒരാളതിൽ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ വിഷയം തൽക്കാലം നിർത്താണ്, പിന്നീട് പറയും. ഞാൻ അടുത്ത വിഷയം കല്ലറ സമാധിയെക്കുറിച്ച്. അത് ഹിന്ദു വിഷയമായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിലധികം അത് ആവശ്യമില്ല ഇടപെടേണ്ട വെച്ച് കഴിഞ്ഞ കുറേ നാളെന്ന് 4-5 ദിവസമായിട്ട് നമ്മൾ ആ വിഷയം മിണ്ടാതെ വിട്ട് കളഞ്ഞായി. അവരെ പാടായി. പക്ഷേ ഇന്ന് ABC ചാനലിൽ ഒരു വർഗീയവാദി പറഞ്ഞതറിയോ? അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളുടെയും അച്ഛന്മാരുടെയും കബറിടം പൊളിക്കണത്. ഏടോ വർഗീയ കോമരമേ, ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ കേൾക്ക്. അവരെയെല്ലാം അറോചരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ്. പള്ളി കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് അവരെ മറവിരിക്കുന്നത്, പള്ളി കൊണ്ട് അടക്കുന്നത്. ഇത് ഭാര്യയും മകനും കൂടി ഒറ്റക്കൊണ്ട് അടുക്കുകയാണ്. ഒറ്റക്കൊണ്ട് അടിക്കിയത് ഭയമില്ലെങ്കിൽ പോസ്റ്റ് അടിച്ചാൽ എന്താ കുഴപ്പം? ധൈര്യം ചെയ്തോളം പറയണ്ടേ? അത് ചെയ്യാൻ പറ്റില്ല. ആത്മഹൂതി എന്ന് പറഞ്ഞാൽ അതുപോലെ അത് ഹൈക്കോടതി പോയല്ലോ. ഹൈക്കോടതി എന്ന് പറഞ്ഞ് വളരെ ഉചിതമായ മറുപടി ഹൈക്കോടതി പറഞ്ഞത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും, എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് അന്വേഷിക്കണമെന്നാണ്. ഇത് സംഘപരിവാരം എന്തുണ്ട്? ഒരു വ്യക്തിയുടെ അച്ഛനും മകനും ഭാര്യയും കൂടി ഒരുമിച്ചുകൊണ്ട് അടക്കം ചെയ്തെങ്കിൽ, അങ്ങനെ അവർക്ക് സമാധി എടുത്തണമെങ്കിൽ അവിടെ അമ്പലമുണ്ട്, അമ്പലത്തെ ഭാരവാഹികളുണ്ട്, പഞ്ചായത്തുണ്ട്, അവരൊക്കെ അറിയിക്കണ്ടേ? ഇതിങ്ങനെ അച്ഛൻ സമാധിയായി, ഞങ്ങൾ അവർക്ക് ഇത് ആര് അറിയിക്കാൻ കൊണ്ട് ചെയ്തിട്ട് അത് ചെയ്ത് ഞങ്ങൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ് പോയി പണിയോക്കട പോയില്ലെന്ന് പറഞ്ഞു. സ്വതന്ത്ര ഭാരതമാണ്, ഇവിടെ ഭരണഘടന രാജ്യമാണ്, അവിടെ ഉമ്മാക്കി കാണിച്ചാൽ നടക്കൂല എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമാണ്. ചില സന്ദർഭങ്ങളിൽ ഹൈക്കോടതി നമ്മുടെ സുപ്രീം കോടതികളൊക്കെ ഉണ്ടല്ലോ വളരെ വ്യക്തമായി തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ സംഘപരിവാർ പറയും മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് ശരി, മുസ്ലിങ്ങൾക്ക് എതിരാണെങ്കിൽ അത് തെറ്റ്. ഇല്ല, സഖാക്കൾ പറയും പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാണെങ്കിൽ അത് ശരി, അവർക്കെതിരാണെങ്കിൽ വിമർശിക്കുന്നു പറയുന്ന ഒരു പഴഞ്ചലുണ്ടതുപോലെ. അങ്ങനെയൊന്നല്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത തീരുമാനം ഉചിതമാണ്. ഹൈക്കോടതി മാത്രമല്ല, ജില്ലാ കളക്ടറും. അത് ഈ വർഗീയവാദി പറഞ്ഞല്ലോ, ജില്ലാ കളക്ടർ എന്തുണ്ട്? ജില്ലാ കളക്ടറെല്ലാം മണ്ടന്മാരുമാണ്, അവരെല്ലാം സ്വാർത്ഥ താല്പര്യമാണ്, അവരെല്ലാം ഒത്തുകൂടി ചെയ്യണമെന്ന്. എന്താണ് സംഗതി? നമ്മുടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെയും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ മറവ് ചെയ്യുന്നതാണോ? അച്ഛൻ്റെ ശരീരം അമ്മയും മകനും മാത്രം കൊണ്ട് അടക്കം ചെയ്യുന്നതാണോ? അതെന്ത് തുറന്ന മനസ്സെന്തുള്ള? അവർ ചെയ്യണമെങ്കിൽ അവർ അറിയണ്ടേ? ആരും ചെയ്തുകൊണ്ട് ചോദിച്ചപ്പോൾ അത് കൊലപാതകം തന്നെയാണ്, ആരും വ്യാഖ്യാനിച്ച് കുറ്റം പറയാൻ പറ്റുമോ? ഇനി അല്ലെന്ന് തെളിയിക്കില്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവർക്കറിയില്ലേ? നിങ്ങളിനി ഹിന്ദു സംഘടനയും വർഗീയ കോമനകൾ വിളിച്ചതല്ലേ? ഹിന്ദു സമുദായം ഉണ്ട് ഇവിടെ. ഹിന്ദു സമുദായം ഉണ്ട് ഇന്ത്യയിൽ. കേരളത്തിൽ വളരെ വിശ്വസ്തരും ശക്തരായ അറിവുള്ളവരും മാന്യന്മാരും പിന്നെ സാഹോദര്യത്തിനുള്ള വില അറിയുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം, വളരെ കുറച്ച്
പിന്നെ 1% തീവ്രവാദികളും മുസ്ലിങ്ങളും എന്ന് പറയുമ്പോൾ 5-10% വർഗീയവാദികൾ കേരളത്തിൽ ഇല്ല, അല്ലാതെ മറ്റൊന്നുമല്ല. അവർ പറയുന്ന നമുക്കില്ല. ഇത് ചെയ്ത് നാളെ ആരൊക്കെ കൊല്ലുന്നു വയ്ക്കും. ഇതിപ്പോൾ കൊന്നല്ലായിരിക്കാം കൊല്ലുന്നു, ഞാൻ പറയുന്നില്ല കൊന്നതൊന്നും. പക്ഷേ അവിടെ സുതാര്യമായിരിക്കണം. സീസറിൻ്റെ ഭാര്യ ശുദ്ധമായിക്കെന്ന് പറയുമ്പോൾ, കൈ ശുദ്ധമായിക്കെന്ന് പറയുമ്പോൾ അവിടെ സുതാര്യമായിക്കണം. നിങ്ങൾക്ക് അങ്ങനെ സമാധിക്കണം, നിങ്ങളുടെ മതവിചാരമാണ്, ആയിക്കോട്ടെ, ഒരു തെറ്റില്ലെന്നേ. എന്തെല്ലാം കാര്യം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിക്കുക, വേണമെങ്കിൽ പോലീസ് അറിയിക്കുക, ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, ഡോക്ടറെ പരിശോധിക്കുക. അത് എങ്ങനെയുണ്ട് സമാധാനം? അതിനാര് തെറ്റ്, ആര് കുറ്റം പറയും? ഇത് ഒരു കള്ള ഇതുണ്ടാക്കി ആൾ ദൈവമായിട്ട് സൃഷ്ടിക്കാനും പിന്നീട് പണം പിരിക്കാനുള്ള പരിപാടിയാണ് ആയിരുന്നു. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ പണം പിരിക്കണ്ട, അങ്ങനെ ആൾ ദൈവം. ഇവിടെ കുട്ടി ആൾ ദൈവം ഉണ്ടല്ലോ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല. ഞാൻ ആ കുട്ടി ആൾ ദൈവങ്ങളോട് ഒരു വെല്ലുവിളിച്ചത്, വെല്ലുവിളി മനുഷ്യനെ പറ്റിയതല്ല. കാരണം നമ്മൾക്ക് അപൂർണനായതുകൊണ്ട് വെല്ലുവിളിക്കാൻ അവകാശമില്ല. എങ്കിലും കാര്യം ചോദിച്ചാലോ, ഒരു ഒറ്റ തൊട്ട് നമ്മൾ ഈ മേശപ്പുറത്ത് വയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞെടുത്ത് വയ്ക്കും. ആ തൊട്ടിനെ ഒന്ന് അനക്കാൻ കഴിവുള്ള ഏതെങ്കിലും ആൾ ദൈവം ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ജീവൻ വരെ കൊടുക്കാം. ആരെങ്കിലും ആൾ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആൾ ദൈവം വിചാരിച്ചിട്ട് ആ ഒറ്റ തൊട്ടിനെ ഒന്ന് അനയ്ക്കുക. അത് പൊക്കിയൊന്നും വേണ്ട, ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ആൾ ദൈവം ഉണ്ടെങ്കിൽ, ഏത് മതത്തിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ആരുമില്ല. ഇപ്പം അതെല്ലാം തട്ടിപ്പാണ്. അത് ഏത് മുസ്ലിം പറഞ്ഞാലും ഹിന്ദു പറഞ്ഞാലും ക്രിസ്ത്യൻ പറഞ്ഞാലും ഒക്കെ തട്ടിപ്പാണ്. എന്തെല്ലാം തട്ടിപ്പ് ചിത്രമാണ്. ഇന്നലെ ഒരു തട്ടിപ്പ് കണ്ടില്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിന് അസുഖം വരും, അതുകൊണ്ട് കൃത്രിമം ചെയ്തുകൊണ്ട് 8 ലക്ഷം രൂപയും അല്ല 8 പവൻ്റെ സ്വർണം കുറേ രൂപയും കൊണ്ടുപോയി അതിൻ്റെ അവസാനം കള്ളത്തരം കാണിച്ചു. ഈ ആലുവയിൽ കാണിച്ചത്, അകലൊന്നുമില്ല. അങ്ങനത്തെ കള്ള പ്രവാചകങ്ങൾ മുസ്ലിങ്ങളുണ്ടെന്നേ. ക്രിസ്ത്യൻസിൽ ഹിന്ദുസിൽ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല കാര്യം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് സമയം തീരാൻ പോകണമെങ്കിൽ ഞങ്ങൾ മൂന്നാമത് പറഞ്ഞ കാര്യം, അതിനിടക്ക് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ ജയശങ്കർജി വളരെ ബുദ്ധിമാനാണൊക്കെ, വലിയ ദീർഘവിഷയമുള്ള അദ്ദേഹം പറഞ്ഞ് 2% ക്രിസ്ത്യാനിയുള്ള മലപ്പുറം ജില്ലയിൽ നാളിതുവരെ ഒരു ക്രിസ്ത്യാനിക്ക് സീറ്റോട് ജയിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തൊരു ഉദാത്തമായ ഭാവനയാണ്, എന്തൊരു മാനുഷ്യ പരിഗണന, എന്തൊരു ക്രിസ്ത്യൻ സ്നേഹമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ ജയശങ്കർജി, ഈ കോട്ടയം പത്തനംതിട്ടയൊക്കെ കേരളത്തിലല്ലേ? 10-15-20% മുസ്ലിങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ. ഈ നാളിതൊരു ഏതൊരു മുസ്ലിം ജയിച്ചിട്ടുണ്ടോ? മുസ്ലിം നിർത്തിയിട്ടുണ്ടോ? ജയശങ്കർജി ചോദിക്കണത്, നമ്മൾ സമുദായ സ്നേഹം കാണിക്കുമ്പോൾ എല്ലാം കാണിച്ചെത്തിക്കണ്ടേ? മലപ്പുറത്തൊരു ക്രിസ്ത്യാനി നിർത്തി ജയിപ്പിക്കുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. അത് ചരിത്രമുണ്ട്. ജയശങ്കർജി, നിങ്ങൾക്ക് അറിയില്ല, ചരിത്രമുണ്ട്. ചോദിച്ചില്ലോ ജയശങ്കർജി, എനിക്ക് സങ്കടമുണ്ട്. AK ആന്റണി നിന്ന് മത്സരിച്ച് തിരൂരങ്ങാടി മണ്ഡലം എവിടെയാണ് ജയശങ്കറെ? ഇത് ഏതെങ്കിലും ലീഗ് നേതാവോ കോൺഗ്രസ് മനസ്സിലായല്ലോ? തിരൂരങ്ങാടി മണ്ഡലം ഏത് ജില്ലയിലാണ്? എൻ്റെ ധാരണ മലപ്പുറത്താണ്. തെറ്റുണ്ട്, നിങ്ങൾ ക്ഷമിച്ചോട്ടോ. അവിടെ 99% മുസ്ലിങ്ങളാണ്. അവിടെ അന്തോണി എന്ന നിരീശ്വരവാദിയായിട്ട് അന്തോണി പറയുമെങ്കിലും രഹസ്യമായിട്ട് മതവിശ്വാസി തന്നെയാണ്. അയാൾ കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു 60% ഒരു ജാതി, മറ്റ് ജാതിയുള്ളടുത്ത് ഒരു മുസ്ലിമിൽ നിന്ന് നിങ്ങൾ ജയിപ്പിക്കാൻ പറ്റുമോ? ഇത് 99% മുസ്ലിങ്ങളാണ്. ബട്ട് 60% മറ്റ് മതസ്ഥരുള്ള ഒരു സ്ഥലത്തുകൊണ്ട് ഒരു മുസ്ലിം ജയിപ്പിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടി സാധിക്കുമോ? ചെയ്യുമോ? എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിലൊന്ന് ആന്റണിയുടെ കാര്യം അറിയാം. അതുപോലെ നിന്ന ആളാണല്ലോ മന്ത്രിയായ നാൾ മുരളീധരൻ. ഇത് തോറ്റു. ഇത് അദ്ദേഹം മണ്ടനായി, അദ്ദേഹം ചിന്തിച്ചില്ല. ആന്റണിയുടെ നഗ്നത മറിച്ച് 2 കിലോ ചിഹ്നം കിട്ടിയതാണെന്ന് പറയാൻ പോലെ ആന്റണി അവിടെ ജയിപ്പിച്ചെടുത്ത് ഈ 99% മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ നിന്നാണെന്ന് എൻ്റെ ജയശങ്കറിന് അറിയുമോ? തിരൂരങ്ങാടി മലപ്പുറത്തല്ലേ? എനിക്ക് കോഴിക്കോട് ജില്ലയാണോ? എനിക്ക് ഇപ്പോൾ സംശയം വരുന്നു. കാരണം ജയശങ്കറിന് തെറ്റുപറ്റാൻ സാധ്യതയില്ല, എനിക്ക് തെറ്റുപറ്റാം. ഞാനൊക്കെ ആര് അത് ലിസ്റ്റ് നോക്കിയിട്ട് പറയാം. ഏതായാലും ഇനി തിരൂരങ്ങാടി മലപ്പുറത്തല്ല കോഴിക്കോടാന്ന് വെച്ചോ, സംഭവിച്ചു. അല്ലെങ്കിൽ പാലക്കാടാന്ന് വെച്ചോ, അല്ലെങ്കിൽ തൃശ്ശൂരാന്ന് വെച്ചോ, സംഭവിച്ചു. പക്ഷേ ഈ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയമൊക്കെ കേരളത്തിലുണ്ടല്ലോ. അവിടുന്ന് ഏതെങ്കിലും മുസ്ലിം നിന്ന് ജയിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് തനി വർഗീയമാണ്, തനി ഫാസിസ്റ്റ് ചിന്താഗതിയാണ്, തനി സംഘപരിവാർ ചിന്താഗതിയാണ്. അത് നിങ്ങൾ ചെയ്തവരും കുഴപ്പമില്ല, നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഈ സമുദായത്തെ തൊട്ട് കളിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ നിഷ്പക്ഷമായി അല്ലെങ്കിൽ നിങ്ങൾ അറിവ് ചിന്തിക്കണം, ചരിത്രം പഠിക്കണം. അത് മുന്നറിയിപ്പ്. അത് പറഞ്ഞാൽ ഇനി നമ്മൾ പറയുന്ന പ്രധാന കാര്യം ഗസയിലേക്ക് എടുക്കാം.
അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ നിരുപാധികം മാപ്പ് പറഞ്ഞ ജോർജ് എന്നിട്ട് പിന്നെ കേസ് എടുത്തിട്ട് എന്താന്ന് പൊന്നാര മോൻ ചോദിച്ചു. അത് ഷോബി ജോർജ്. എൻ്റെ ഷോബി ജോർജ്, ഇതുപോലെ ലോക മുസ്ലിനെ കുറിച്ചാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, ഇന്ത്യൻ മുസ്ലിനെ കുറിച്ചല്ല. ലോകത്ത് ഒരു മുസ്ലിമും നല്ലവരല്ല എന്നാണ് അതിൽ പറഞ്ഞത്. ആ വാക്ക് വെച്ചിട്ട് ടേപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൽ ആ ലോകം എന്ന് വാക്കുകൂടി എല്ലാം അറിഞ്ഞോ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല. ഇത്രയും കൊണ്ടുവരാത്തവരും ഇത്രയും എന്ന് പറഞ്ഞത് പാകിസ്ഥാനിൽ പോടേ എന്ന് പറഞ്ഞത്. ഇത് പറയും ജോർജിന് എന്താണ് അവകാശം? താൻ ആരാണ് ഇവിടെ? തൻ്റെ ധാരണ എന്താണ്? ഇതിൻ്റെ പേരിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ BJP സീറ്റ് ജയിപ്പിക്കുന്നതാണോ? നിങ്ങൾ ധരിക്കുന്നതിൻ്റെ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ. എന്തറിയോ, ഈ ഒരു കൈത്തറി കരകൗശല ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ, അതിൻ്റെ ചെയർമാനായിട്ട് വന്നത് നമ്മുടെ കൊച്ചിക്കാരൻ വേണുഗോപാലായിരുന്നു, കോൺഗ്രസ് ആൾ. അപ്പോൾ എന്തോ അഴിമതി നടത്തിയപ്പോൾ കരുണാകരൻ്റെ സ്വന്തം ആളാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ആരോ വാർത്തയായിട്ടോ ഒന്ന്. അപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, അപ്പോൾ കരുണാകരനാണെങ്കിൽ വേണുഗോപാലും കണ്ടാൽ മതിലൊന്ന്. അപ്പോൾ വേണുഗോപാൽ അതൊരു പ്രചരണമായിരുന്നു, ആ അഴിമതി കേസ് ഒരു പ്രചരണമായിരുന്നു. അതുപോലെ PC ജോർജ് ഇത്രയും വർഗീയത പറഞ്ഞപ്പോഴല്ലോ സംഘപരിവാറും BJP സ്വർണ്ണത്തളികൾ കൊണ്ടെടുക്കുന്നതാണ്. കൊണ്ടുനടക്കില്ല, അവർക്കറിയാം. ടിപ്പുവിനെ ഒറ്റുകൊടുത്ത അളിയനെ ആദ്യം ബ്രിട്ടീഷുകാർ തൂക്കി കൊന്നുപോലെ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇത്ര എതിർ പറയുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ അകന്ന സമുദായ ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ വച്ചിരിക്കുമോ എന്നുള്ളത് അവർക്കറിയാം. അവർ ബുദ്ധിയുള്ളവരുണ്ട്. സംഘപരിവാറിലൊരു ബുദ്ധിയുള്ളവരുടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, മണ്ടന്മാരൊന്നുമില്ല, അവിടുത്തെ കിട്ടില്ല. അതാണ് അങ്ങനെ ആ ജോർജിൻ്റെ കാര്യം. അതും ശരിയല്ല ജോർജ്, നിങ്ങൾ ശിക്ഷ അനുഭവിക്കാതെ തന്നെയാണ് ശരിയത്. അതായത് ഇനി സമയം തീർന്ന് ലാസ്റ്റുമാണ് ഗസയെ കുറിച്ച്. ഒരു വിഭാഗം പറയുന്നു മോഡി ട്രംപ് 20-ാം തീയതി അധികാരത്തിൽ വരാണ്, അതിനുമായിട്ട് തീർത്തില്ലെങ്കിൽ ഭസ്മാക്കി കളയുന്നവർ പേടിച്ചിട്ടാണ് ഈ സന്ധി സംഭാഷണത്തിൽ ഒപ്പിടാൻ പോണെന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. മറ്റൊരു വിഭാഗം പറഞ്ഞു അമേരിക്ക കത്തിയത് കൊണ്ടാണ് പേടിച്ചിട്ട് ട്രംപിൻ്റെ അമേരിക്കയും ഇസ്രായേലും സന്ധി സംഭാഷണം. ഇതൊക്കെ ഇതിലെല്ലാം കുറേ ഭാഷകൾ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും മടുത്തു. അതുകൊണ്ട് എങ്കിലും ഇത് തീർക്കണമെന്ന് ആഗ്രഹം രണ്ടു കൂട്ടർക്കുണ്ട്. ഈ ഓടിയോനും ഓടിച്ചു നടക്കും. ഒരു നാട്ടിൽ ഒരു വർഗീയത ഉണ്ടായാൽ, കമ്മ്യൂണൽ റൈറ്റ്സ് പറയും, വർഗീയത ഉണ്ടായാൽ സ്ഥലം RDO ഓഫീസർ ആദ്യം ഒന്നും കളക്ഷനില്ല. RDO ഓഫീസിൽ അവരെന്താ ചെയ്യുക? 10 പ്രാവശ്യം നടത്തും. 10 പ്രാവശ്യം നടത്തി കോടതി വരാതെ പോയി രാവിലെ പോയി വൈകിട്ട് ഇരിക്കുമ്പോൾ 14 പ്രാവശ്യം തൻ്റെ കൂട്ടും മടക്കും. എങ്ങനെ തീർക്കാതോ? എന്നിട്ട് കോൺഗ്രസ് വിളിക്കുമ്പോൾ അവർ സമ്മതിച്ച് പോകും. അതുപോലെ ഈ രണ്ട് കൂട്ടും മടുത്തു. അതുകൊണ്ടാണ് ഏതെങ്കിലും തീർന്ന് പോട്ടെ എന്ന് വയ്ക്കുന്നത്. അതാണ്, അല്ലാതെ അമേരിക്ക കത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ട്രംപ് വരുന്നതുകൊണ്ടോ മാത്രമല്ല. അതുകൊണ്ട് ഇല്ലെന്നും പറയുന്നില്ല. അപ്പോൾ അമേരിക്കയിലെ അപകടം അത് ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നേപ്പാളിനടുത്ത് നമ്മുടെ ഡൽഹിയുടെ അത് ഒരു ഭൂകമ്പമുണ്ടായിട്ട് 7 സംതിങ്ങും നല്ലൊരു ഇതാണ്. എത്ര പേര് മരിച്ച കൃത്യ റിപ്പോർട്ടില്ല. അതിൽ കഷ്ടപ്പെടുന്ന അധഭാഗ്യരായ ജനങ്ങൾക്കെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി അവർക്കൊരു ആത്മധൈര്യം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുവാനായി നന്ദി ചെയ്യുന്നു.